എല്ലാവർക്കും പവിൻ വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് മത്തിയും കൊണ്ട്, അതായത് നമ്മുടെ ചാളയും കൊണ്ട് ഒരു ഡിഷ് ഉണ്ടാക്കിയാലോ. ഇത് വളരെ ടേസ്റ്റി ആയിട്ടും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് മത്തി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട്, അതായത് ഒരു മത്തിയെ 3 കഷ്ണമായിട്ട് മുറിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് അരപ്പിനായിട്ട് വേണ്ടത് കുറച്ച് കറിവേപ്പില, ഒരു 2-3 കഷ്ണം ചെറിയ ഇഞ്ചി, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു അരമുറി തേങ്ങ, കുറച്ച് കുടംപുളി, പിന്നെ അതുപോലെ തന്നെ കുറച്ച് കാന്താരി. നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഇതിനകത്ത് കുടംപുളി വിട്ട് ഒരു പകുതി കറിവേപ്പിലയും കൂടെ ബാക്കി വെച്ച്, ബാക്കി നമ്മുടെ അരപ്പിൻ്റെ എല്ലാ കാര്യങ്ങളും നല്ലപോലെ പേസ്റ്റ് പരുവത്തിന് അരച്ചെടുക്കണം. അത്യാവശ്യം നല്ലപോലെ അരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അടുത്ത ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഫ്ലെയിം ലോയിലിട്ടിട്ട് അതിനകത്തേക്ക് ഡയറക്റ്റ് പാനിലേക്ക് എണ്ണയൊന്നും ചേർക്കുന്നില്ല, ഡയറക്റ്റ് നമ്മൾക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കണം. അപ്പോൾ ഈ മീൻ വേകുന്നതിന് കുറച്ച് വെള്ളം കൂടെ നമുക്ക് ആവശ്യമുണ്ടല്ലോ. അപ്പോൾ ആ ജാറ് കഴുകി അതിൻ്റെ ആ ഒരു അരപ്പിൻ്റെ വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുടംപുള്ളി അതും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു ബാക്കി കുറച്ച് കറിവേപ്പിലുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുത്ത്, പിന്നെ ഇതിനകത്തേക്ക് പൊടിയായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കളറിനും ടേസ്റ്റിനും ഒക്കെ ആയിട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഒരു നല്ല ടേസ്റ്റ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം ഈ കറിക്ക് ആവശ്യമായിട്ട്, അതായത് ഇത്രയും മീനിന് ആവശ്യമായ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു കറിയുടെ എമൗണ്ട് അനുസരിച്ച് എത്ര ആവശ്യമുണ്ട് അതിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മൾ കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന മീനിൻ്റെ കഷ്ണങ്ങൾ അതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആ ഒരു സമയത്ത് തന്നെ അതിൻ്റെ ഒരു ചെറിയൊരു തിളയൊക്കെ വന്നു തുടങ്ങും കേട്ടോ. അപ്പോൾ അതൊന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അത് ഇനി നമുക്കൊന്ന് നല്ലൊരു തിള വരണം. അപ്പോൾ അതിനായിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് അതൊരു അടപ്പ് വെച്ച് ഒന്ന് നല്ലൊരു തിള വരുന്നത് വരെ, അതായത് ഒരു 2-3 മിനിറ്റിനകത്ത് നല്ലൊരു തിളയാവും. അപ്പോൾ അത്രയും നേരം ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ച് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ അത്യാവശ്യം നല്ലപോലെ തിളയ്ക്കാൻ തുടങ്ങി. നോക്കുക, നല്ല ആ ഒരു അരപ്പിൻ്റെ ആ ഒരു മൊത്തം ഒരു കറിയുടെ ഗ്രേവിക്ക് ഒരു നല്ലൊരു തിക്നെസ് ഇപ്പം തന്നെ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇത് വെന്തിട്ടില്ല, ജസ്റ്റ് ഒരു തിള വന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഈ മീൻ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ വേഗം കേട്ടോ, ഒരു 6-7 മിനിറ്റ് ഒക്കെ മതിയാവും അത്യാവശ്യം ഒന്ന് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഞാനിവിടെ അടച്ചു വെച്ചു കേട്ടോ, അവിടെ ഇരിക്കട്ടെ, അവിടെ ഇരുന്നതൊന്ന് വേവട്ടെ. അപ്പോൾ ഇതാ 6-7 മിനിറ്റായി, നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്, ഒരു കുറച്ച് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇട്ട് ഇളക്കല്ലേ കേട്ടോ. അപ്പോൾ മീൻ അത്യാവശ്യം ഒരു ഹാഫ് വേവ് മിച്ചായിട്ടുള്ള കാരണം ഇനി അത് നമ്മൾ ഭയങ്കരമായിട്ട് റഫായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കുമ്പോഴത്തേക്ക് അത് പൊടിയാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒന്ന് പതുക്കെ ഒന്ന് സൈഡ് കൂട്ടി ഇത് കൊടുത്താൽ മതി, ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. എന്നാലും ഇനി ഇച്ചിരിയും കൂടെ പറ്റാനുണ്ട്, എനിക്കൊരു കുറച്ചും കൂടെ ഒന്ന് പറ്റി കിട്ടണം. അപ്പോൾ അത് അവിടെ തന്നെ ഇരുന്ന് ഇനി ആ മീഡിയം ഫ്ലെയിമിലിരുന്ന് അതൊന്നും കൂടെ ഒന്ന് പറ്റട്ടെ. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനകത്തേക്ക് നമ്മൾ ഇതുവരെ എണ്ണയൊന്നും ചേർത്ത് കൊടുത്തില്ല. അപ്പോൾ ഈ കറിയുടെ ആ മുകളിലേക്ക് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. ഏതാണ്ട് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് ഇനി ആ എണ്ണയൊക്കെ ഒന്ന് അതിനകത്ത് കിടന്നൊന്ന് വറ്റി ഒന്ന് തെളിഞ്ഞ് വരണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ കറിവേപ്പില ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക, ഇനിയും ടേസ്റ്റ് ആവത്തേ ഉള്ളൂ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇനി അതവിടെ ഒന്ന് എണ്ണ തെളിയുക. അതിൻ്റെ അറ്റത്തിരിക്കുന്ന ഒരു തേങ്ങയുടെ ആ ഗ്രേവി അതെല്ലാം നമുക്ക് വേണേൽ അതിലത്തേക്ക് ഒന്നും കൂടെ ഒന്ന് തട്ടിയിട്ട് കൊടുക്കാം. പതുക്കെ ഇളക്കി കൊടുക്കണം കേട്ടോ, ഒത്തിരി മുറുക്കി ഇളക്കാൻ പോലെ. പിന്നെ എന്താ, അപ്പോൾ അത്രയൊക്കെയുള്ളൂ. നമ്മുടെ കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് നമ്മുടെ കപ്പയ്ക്ക്, ചോറിന്
അതുപോലെ തന്നെ ചക്ക അങ്ങനെയൊക്കെ കൂടെ അതിൻ്റെ അകത്തൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ടേസ്റ്റുള്ള ഒരു മത്തിയുടെ ഒരു കറിയാട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പച്ചമുളകും മല്ലിപ്പൊടിയൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് ഒത്തിരി മസാലയുടെ ഒന്നും കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ എല്ലാം കൂടെ അരച്ചിരിക്കുന്നത് കാരണം അതിൻ്റെ എല്ലാം കൂടി ഒരു ടേസ്റ്റ് വന്നിട്ട് നല്ലൊരു അടിപൊളി ഒരു ഡിഷായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വേറെ എന്താണ്, വേറൊന്നുമില്ല. ഇനി വീണ്ടും ഒരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.